ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയരാജ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അതിനുശേഷം പിന്നെ നമ്മുടെ അജയനെ വിളിക്കുക, എങ്ങനെ ഉണ്ടടാ അവൾക്ക് എന്നും ചോദിച്ചാൽ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പെട്ടെന്ന് കൊണ്ടുവന്നത് കൊണ്ട് വിഷം ശരീരത്തിൽ വ്യാപിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറയുമോ അജയൻ. പിന്നെ കടിയുടെ ശക്തി കുറവായതുകൊണ്ടേ ഒരുപാട് വിഷം ഉള്ളിൽ ചെന്നിട്ടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞു തന്ന കാര്യമൊക്കെ അജയൻ ഇങ്ങനെ പറയുക. അപ്പോൾ ഭാഗ്യം, എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് ജയൻ. ആ പാമ്പ് ഇതിനകത്ത് എങ്ങനെ വന്നു എന്ന് എല്ലാവർക്കും സംശയം ഉണ്ടെന്ന് പറയുമ്പം അത് തന്നെ ഏട്ടാ ഞാനും ആലോചിക്കുന്നതെന്ന് അജയൻ പറയൂ കേട്ടോ. നമ്മുടെ വീടിനകത്ത് ഒരു കാരണവശാലും പാമ്പ് കയറേണ്ടതല്ല എന്ന് അജയൻ പറയുന്നത് അമ്മയും മോനും കൂടെ കേട്ട് ഞെട്ടി വിറച്ചിങ്ങനെ നിൽക്കുക. അതിൻ്റെ പിന്നിലെ അവരുടെ മോനാണോ എന്നാണ് ഇവിടെയുള്ള എല്ലാവർക്കും സംശയം എന്ന് ജയൻ പറയണം. ജലജ ഇങ്ങനെ മോനെ തുറിച്ച് നോക്കും. അപ്പോൾ അജയനും ഇങ്ങനെ നോക്കും കേട്ടോ. പിന്നെ കള്ള ലക്ഷണം കണ്ടപ്പോൾ അജയനും എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാം കഴിയട്ടെ, എന്നിട്ട് അതിനെപ്പറ്റി എല്ലാം സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ജയൻ ഇങ്ങനെ ഇവിടെ ആലോചിച്ച് നിൽക്കുക. അപ്പോൾ പാമ്പ് എങ്ങനെ വീടിനകത്ത് കയറിയെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടെന്ന് അജയൻ പറയൂ കേട്ടോ. അപ്പോഴത്തേക്കും അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നതെന്ന് ജലജ പറഞ്ഞു. ഇതിപ്പോൾ മനഃപൂർവ്വം ആരോ അവിടെ പാമ്പിനെ കൊണ്ടുവന്നിട്ടതാണോ എന്ന് പോലും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ അജയൻ പറയുമ്പം അബി ഇങ്ങനെ അങ്ങനെ ആരിപ്പോൾ കൊണ്ടിടാൻ അമ്മാവാ, അങ്ങനെ അവിടെ മനഃപൂർവ്വം കൊണ്ടിടുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അല്ല അതാരാന്നപ്പോൾ അബി ചോദിച്ചു. അപ്പോൾ അത് നീ തന്നെയാണെന്നും നീ അത് ചെയ്യുള്ളൂ എന്നും പറഞ്ഞു കേട്ടോ അജയൻ ഈ അബിയോട്. അമ്മവൻ എന്തൊക്കെയാ പറയുന്നത്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോയെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഇതിന് പിന്നിൽ നീ അല്ലാതിരുന്നാൽ നിനക്ക് എന്നെ കൊള്ളാമെന്നും പറഞ്ഞു അജയൻ. ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ, സമാധാനം, ഞാൻ അങ്ങോട്ട് പോവുകയാണെന്നും പറഞ്ഞ് അങ്ങ് പോയി. അജയൻ അങ്ങ് പോയി കഴിഞ്ഞപ്പം നീ എന്തിനാടാ ഇങ്ങനെ മണ്ടത്തരം കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നത് എന്ന് അബിയോട് ജലജ ചോദിക്കുക. അമ്മേ കൂടയിൽ നിന്ന് പാമ്പ് ഇറങ്ങിപ്പോയില്ലായിരുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലൊക്കെ തന്നെ നടക്കത്തില്ലായിരുന്നു എന്ന് അബി ചോദിക്കുക. ഇതിപ്പോൾ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് നീ ഓർത്തോ, അല്ലെങ്കിൽ എൻ്റെ ചിത കത്തിക്കായിരുന്നു എന്ന്. എന്നാലും അമ്മ ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പാമ്പിൻ്റെ മുമ്പിൽ കൊണ്ട് കാല് വെച്ച് കൊടുത്തോന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് അബി ജലജയോട് ചോദിക്കുമ്പം പാമ്പ് അവിടെ ഉണ്ടെന്ന് അറിയാവുന്നത് എനിക്കും നിനക്കും മാത്രമല്ലായിരുന്നോടാ എന്ന് ജലജ മോനോട് ചോദിച്ചു. ആ ഭയം ഉള്ളിൽ വെച്ച് നടന്നത് കൊണ്ടാടാ എന്നെ തന്നെ പാമ്പ് കൊത്തിയതെന്നൊക്കെ ജലജ പറയുക. നോക്ക്, ഇതുപോലെ അപകടം പിടിച്ച പണിക്കൊന്നിന് നീ നിന്നേക്കരുത് കേട്ടോ എന്നും പറഞ്ഞ് ആ പാമ്പ് പിടുത്തക്കാരൻ പാമ്പുമായിട്ട് വന്നതെങ്ങാനും വീട്ടിലെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലേ നിന്റെ കാര്യം പോക്കാണെന്നും ജലജ പറയാം. അതിന് ക്യാമറയൊക്കെ കേടാക്കിയത് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നല്ലേന്ന് ചോദിച്ചു മോൻ. നീ പറഞ്ഞത് കൊണ്ടാടാ എൻ്റെ സംശയം കൂടുന്നത്. എടാ വീട്ടിനകത്ത് ക്യാമറ ഒന്നല്ല ഒരുപാടുണ്ട്. ഏതെങ്കിലും ഒരെണ്ണത്തിൽ പാമ്പ് പിടുത്തക്കാരൻ്റെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലേ അവനെ പൊക്കുന്നതേ അവളായിരിക്കും, ആ നന്ദു എന്ന് പറയുന്നവള്. നീ സൂക്ഷിച്ചോളാൻ പറഞ്ഞു. അവൾ ഫംഗ്ഷന് വന്നപ്പോൾ നിന്നെ നോക്കിയതൊക്കെ നീ കണ്ടതാണല്ലോ. അത് പിന്നെ അവൾക്ക് ഇപ്പം എന്നെ മൊത്തത്തിൽ സംശയം ഉണ്ടല്ലോ അമ്മേ, അതാ അവളങ്ങനെ നോക്കിയ. അവൾ ഇടയ്ക്കിടയ്ക്ക് നിന്നെ ദഹിപ്പിക്കുന്ന നോട്ടമൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അത് നീ ഓർത്തോ, എന്നെ അങ്ങനെ തന്നെയാണ് അവൾ നോക്കിയതും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആരോ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, നീ ആ അനഘയുടെ വീട്ടിൽ പോയി എന്നുള്ളത്. അതൊക്കെ നേര് തന്നെയാണോടാ? അതെന്തിനാടാ നീ അങ്ങോട്ട് പോയത്? അത് പിന്നെ അവക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി പോയതാ അമ്മയെന്ന് പറയുമ്പം അതെന്തിനാടാ നീ നോക്കുന്നതെന്ന് ജലജ ചോദിച്ചു. അല്ല, അവളും നീയുമായിട്ടും തമ്മിൽ എന്താ ബന്ധമുള്ളത്? ഇനി ആ കൊച്ചു നിൻ്റെ എങ്ങാനും ആണോ എന്ന് ചോദിക്കുക. അയ്യോ ഞങ്ങൾ തമ്മിൽ ബന്ധമൊന്നുമില്ല അമ്മ എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കുക. എങ്കിലും അവൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വല്ലതും ഉണ്ടായാൽ ആദർശിൻ്റെ കുഞ്ഞിൻ്റെ അമ്മ എന്നുള്ളൊരു നിലയിൽ അവൾക്കും നമ്മുടെ വീട്ടിലേക്ക് വരില്ലേ എന്ന് അബി ചോദിക്കുക. അപ്പോൾ ജലജയ്ക്ക് ഒരു പ്രതീക്ഷ ആടിയാവുമല്ലോ. അപ്പോൾ പിന്നെ നയനയ്ക്കൊപ്പം അവളെയും നമ്മൾ സഹിക്കേണ്ടി വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇതുകൊണ്ടാണ് നീ മണ്ടനാണെന്ന് ഞാൻ നിന്നോട് പറയുന്നത്. എടാ അവൾ അങ്ങനെ വരികയാണെങ്കിൽ അത് നമുക്ക് നല്ലതല്ലേ എന്ന് ജലജ ചോദിക്കുക. അപ്പം പിന്നെ രണ്ട് ഭാര്യമാർക്കിടയിൽ കിടന്ന് ആദർശം നട്ടം തിരിയുന്നത് നമുക്ക് കാണാമല്ലോ. ഇപ്പം അനഘ അവശയായതുകൊണ്ടല്ലേ ചന്തുവിന് സ്വന്തം മോളെ പോലെ നയനെ സ്നേഹിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവൾക്കൊരു കുഞ്ഞ് ജനിക്കുകയും മറ്റവൾ റെഡിയായി വരികയും ചെയ്താൽ പിന്നെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് ഊഹിച്ചുകൂടെടാ പൊട്ടാന്ന് ചോദിച്ചു. അവൾ അസുഖം മാറി എവിടേക്ക് വന്ന് കയറിയാലേ തകരാൻ പോകുന്നത് എൻ്റെ ജീവിതമാണെന്ന് അഭി മനസ്സിൽ ചിന്തിക്കാതെ അമ്മയ്ക്ക് അറിയാതെ പറയുമല്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുമ്പം അനഘ എങ്ങനെയെങ്കിലും അസുഖം മാറി നമ്മുടെ വീട്ടിലേക്ക് വരണമെന്നേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ എന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെയൊന്നും അമ്മ കയറി പ്രാർത്ഥിച്ചേക്കല്ലേ അമ്മേ, അതൊന്നും ശരിയാവില്ല എന്ന് അഭി. എന്താണ് ഞാൻ പ്രാർത്ഥിച്ചാൽ എന്താ ഞാൻ പ്രാർത്ഥിച്ചാൽ കുഴപ്പം? അല്ല, അവൾ വരുന്നതിനിപ്പോൾ ആദർശിനേക്കാളും ഭയക്കുന്നത് നീയാണെന്ന് തോന്നുന്നല്ലോ നിന്റെ മട്ടുമാതിരിയൊക്കെ കണ്ടിട്ട്. ഇനി നീ ആണോടാ ചന്തുമോളുടെ അച്ഛനെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നെ ഒന്ന് ചുമ്മാതിരിക്കേണ്ട അമ്മേ, ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് ചുമ്മാ ഇരുതങ്ങ് ചോദ്യം ചെയ്തോളൂ. ഇതുകൊണ്ട് തന്നെ അമ്മയെ പാമ്പ് കടിച്ചത്, അല്ലാണ്ട് നീ പാമ്പിനെ കൊണ്ടൊന്നും ഇട്ടിട്ടല്ല. മിണ്ടി പോകരുത് നീ കേട്ടോടാ എന്നും പറഞ്ഞ് ജലജ വഴക്കുണ്ടാക്കുക. അബി ഇങ്ങനെ കുറുക്കൻ്റെ കണ്ണുമായിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുവാണ്. ഇത് കഴിഞ്ഞ് പിന്നെ നന്ദു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. നന്ദുവും നയനിയും ആദർശമൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ഇതിലെന്തൊക്കെയോ
തിരിമറികൾ നടന്നിട്ടുണ്ട്. കുറേ സമയമായിട്ട് കാലിൽ എന്തോ കയറിയെന്നും പറഞ്ഞുകൊണ്ട് അപ്പച്ചി നിലവിളിക്കുന്നൊക്കെ നമ്മൾ കണ്ടതല്ലേ എന്ന് നയന നന്ദുവിനോട് ചോദിക്കാം. അത് നീ കണ്ട കാര്യമല്ലേ എന്ന് ചോദിച്ചു. അഭിയുടെ കാര്യത്തിലേ ഞാനൊരു തീരുമാനത്തിൽ എന്തായാലും എത്തിക്കഴിഞ്ഞു ചേച്ചി നന്ദു പറഞ്ഞു. അത് അവന് കൃത്യമായി മനസ്സിലായിട്ടും ഉണ്ടെന്ന് പറയുക. പിന്നെ അതിനു മുൻപ് വീട്ടിനകത്തൊരു ദുരന്തം ഉണ്ടാക്കാനാണ് അവൻ ശ്രമിച്ചതെന്ന് നന്ദു പറയുമ്പം ഞാനായിരുന്നു അവൻ്റെ ടാർഗറ്റ് എന്ന് എനിക്ക് തോന്നുന്നതെന്ന് നയന പറയുമ്പോൾ അത് തോന്നലൊന്നും അല്ല ചേച്ചി, സത്യമായ കാര്യം തന്നെയാണെന്ന് നന്ദു പറയുക കേട്ടോ. ആദ്യം അനഘേച്ചിയെ കൊല്ലാൻ നോക്കി. അതിനു മുൻപ് മൂർത്തീസ് ജ്വല്ലറിയുടെ ലേബലിൽ കള്ളക്കടത്ത് സ്വർണ്ണാവൻ വിറ്റു. പിന്നെ ഇപ്പതേ എൻ്റെ ചേച്ചിയുടെ ജീവന് വില പറയുന്നത് വരെ എത്തി കാര്യങ്ങളെന്നും നന്ദു പറയാം. ഇനിയും അവന് ഒരു ദയം അർഹിക്കുന്നതല്ല. അവൻ ചെയ്ത തെറ്റിന് ആദർശേട്ടൻ ഇതിനോടകം ഒരുപാട് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. നവ്യേച്ചിയുടെ വായിലിരിക്കുന്നതൊക്കെ ഇന്നും കേട്ടോണ്ടിരിക്കുക ആദർശേട്ടൻ. അതിൻ്റെ ഒന്നും ഒരാവശ്യമുള്ളതല്ല എന്ന് നന്ദു പറയുവാണ് നയനയോടെ. നമ്മളെന്തായാലും വലിയൊരു സത്യം മൂടി വെച്ചിട്ട് അവനെ രക്ഷിച്ചില്ലേ, എന്നിട്ട് അവൻ പാഠമൊന്നും പഠിച്ചില്ലല്ലോ. പക്ഷെ ഇപ്പം അവനെ എല്ലാത്തിനും ഒന്നിച്ച് ശിക്ഷ കിട്ടിയേ പറ്റൂ. കൊടുത്തിരിക്കും ഞാൻ. ആദ്യം ഈ പാമ്പ് വന്ന വഴി ഞാനൊന്ന് നോക്കട്ടെ എന്ന് നന്ദു ഇങ്ങനെ പറയുക. എന്നിട്ട് ഇനിയിപ്പോൾ അവൻ അതിൽ നിരപരാധി ആണെങ്കിൽ പോലും അവൻ്റെ കയ്യിൽ വിലങ്ങ് വീണിരിക്കും. ആ കൈ കൊണ്ടാ അവൻ അനഘേച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കിയതെന്നുള്ള കാര്യമൊക്കെ നന്ദു നയനയോട് പറയുക. അവന് അങ്ങനെ മാപ്പ് കൊടുക്കാനൊന്നും പറ്റത്തില്ല ചേച്ചിയെന്നും പറഞ്ഞ് എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് എന്നുള്ളൊരു നിലയിൽ ഞാൻ ഇതുവരെ അവൻ്റെ ദേഹത്ത് കൈവച്ചിട്ടില്ല. പക്ഷേ ഇനി അതല്ല സംഭവിക്കാൻ പോകുന്നത്. ഇനി ഞാൻ അവനെ വെറുതെ വിടില്ല. അവനെ തല്ലി ചതച്ച് ഇഞ്ച പരുവാക്കും ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചേച്ചി നോക്കിക്കോളാൻ പറഞ്ഞു. അതും പറഞ്ഞ് നന്ദു അവിടെ നിന്ന് അങ്ങ് പോയി. നയന ഇങ്ങനെ അവിടെ വിഷമിച്ചും ചിന്തിച്ചും ആലോചിച്ചൊക്കെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദു അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും പോലീസുകാർ വണ്ടിയായിട്ട് അങ്ങോട്ടേക്ക് വന്നു. മേഡം ഇത് അബിയുടെ കോൾ ലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് നന്ദുവിനെ കൊണ്ടേ കാണിക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്ദു പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലിയർ ആയി നന്ദുവിനെല്ലാം. അപ്പോൾ അവനെ പൊക്കാനുള്ള എല്ലാ തെളിവുകളും ആയി. ഇന്നലെ അർദ്ധരാത്രിയിലും അവനെ വിളിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും പലതവണ അവനെ വിളിച്ചിട്ടുണ്ടെന്ന കാര്യമൊക്കെ നന്ദു ഇങ്ങനെ പറയുമ്പോൾ അതേന്നും ഒരു സമ്മതിച്ചു. അനന്തപുരി തറവാട്ടിൽ ഒരു കാരണവശാലും പാമ്പ് കയറേണ്ടതല്ല എന്നും അതിൻ്റെ പിന്നിൽ വൻ കളികൾ നടന്നിട്ടുണ്ടെന്നും നന്ദു പറയുക ഈ വന്ന പോലീസുകാരോട്. ഇയാളെ ചോദ്യം ചെയ്താൽ അത് അറിയാൻ കഴിയുമായിരിക്കും. അപ്പോൾ പാമ്പിൻ്റെ ഉടമസ്ഥൻ്റെ നമ്പർ നമ്മുടെ നന്ദു പൊക്കി. പോലീസുകാർ പോയി. നന്ദു ഇങ്ങനെ അവിടെ നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദു പോലീസ് ജീപ്പിലേക്ക് കയറി നേരെ പാമ്പ് പിടുത്തക്കാരനെ ഫോളോ ചെയ്ത് പോവുക. കറക്റ്റ് സ്പോട്ടിലിട്ട് അയാളെ പൊക്കിയിട്ട് ത്യാഗരാജനല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അതേ മേഡം എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അയാളുടെ കോളറിന് കുത്തിപ്പിടിച്ചും കൊണ്ടുവന്നില്ലേ ത്യാഗരാജ, നിന്നെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയാ ഇടിച്ചതിൻ്റെ പരിപ്പ് ഞാൻ ഇളക്കുമെന്ന് നന്ദു പറയൂ കേട്ടോ. പിന്നെ മാപ്പ് സാക്ഷിയാക്കി നിന്നെ വിടാം, പക്ഷെ നടന്നത് നീ പറയണമെന്ന് പറഞ്ഞു. എന്താ മേഡം എന്താ കാര്യമെന്ന് ചോദിച്ചേ. അപ്പോൾ എങ്ങനെയാ ത്യാഗരാജ അനന്തപുരി തറവാട്ടിനകത്ത് പാമ്പ് കയറിയതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ത്യാഗരാജൻ അന്ന് ഞെട്ടി പണി പാളിയെന്ന് മനസ്സിലായി. അത് പിന്നെ മേഡം അത് കള്ളം പറയാൻ എൻ്റെ മുന്നിൽ നോക്കിയാ അത് കേട്ടപ്പോൾ തന്നെ നീ അപ്സെറ്റ് ആയത് ഞാൻ കണ്ടതാണെന്ന് നന്ദു ഇയാളോട് പറയുവാണ്. ഇനി നടന്നത് വള്ളി പുള്ളി തെറ്റാതെ അങ്ങ് പറഞ്ഞാൽ മാത്രം മതിയെന്ന് പറയുമ്പോൾ ഇയാൾ പേടിച്ച് നിൽക്കുക. പറയടാ എന്താ ശരിക്കും നില സംഭവിച്ചോന്ന് ചോദിച്ചു. അയാൾ വള്ളി പുള്ളി തെറ്റാതെ എല്ലാം പറയാൻ തുടങ്ങുമ്പോൾ നന്ദു അയാളുടെ ചെവിക്കല്ല് തീർത്തു. ആദ്യം കള്ളം പറയാൻ നോക്കി, ചെവിക്കല്ല് നോക്കി ഒരൊറ്റ അടിയങ്ങ് വെച്ച് കൊടുത്തു. നിൻ്റെ കോൾ ലിസ്റ്റ് സകലതും പൊക്കിയിട്ടാണ് ഞങ്ങളിവിടെ വന്ന് നിൽക്കുന്നതെന്നും പറഞ്ഞു. എല്ലാ തെളിവുകളും നിനക്കെതിരാണെന്നും പറഞ്ഞു. അപ്പോഴേക്കും ഇയാൾ പേടിച്ച് വിറച്ച് നടന്ന കാര്യങ്ങളെല്ലാം മണി പോലെ പറയുവാണ്. അങ്ങനെ പാമ്പിനെ കൊടുത്തതും അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം പറയുക. അപ്പോൾ നയനയുടെ കാര്യങ്ങളിതെല്ലാം പറഞ്ഞു. ഞാൻ പാമ്പിനെ കൊടുത്തു. അപ്പോൾ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പം എന്നാൽ താൻ കേട്ടോ, പിന്നെ സംഭവിക്കേണ്ടത് തന്നെ അവിടെ സംഭവിച്ചു. കൊത്തേണ്ട ആളെ തന്നെ പാമ്പ് കൊത്തി. അവൻ്റെ അമ്മയെ കൊത്തിയെന്ന് പറയുമ്പോൾ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ കണ്ണും മിഴിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക. അഭിയൻ്റെ കസ്റ്റഡിയിലൊന്നും ഇല്ല, പക്ഷേ ഞാൻ അവനെ കസ്റ്റഡിയിൽ എടുക്കുമെന്നുള്ള കാര്യം നന്ദു ഇയാളോട് പറയുക. അത് കഴിഞ്ഞിട്ട് നിന്നെ ഒന്നുകൂടി ഞാൻ വിളിപ്പിക്കും, ആ സമയത്ത് നീ സ്റ്റേഷനിലോട്ട് വന്നേക്കണമെന്ന് നന്ദു പറയാം. ഓ ആയിക്കോട്ടെ മേഡം എന്ന് പറഞ്ഞു. പോലീസുകാർ പോയി. പിന്നെ ഈ നാട് വിട്ട് മുങ്ങാനങ്ങാനുമാണ് നിൻ്റെ പ്ലാനെങ്കിൽ ഇല്ല മേഡം ഞാൻ എങ്ങും പോവില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ എത്ര പേര് നിൻ്റെ പാമ്പ് കൊത്തി മരിച്ചിട്ടുണ്ടടാന്ന് ചോദിക്കുമ്പം ഇത് ആദ്യത്തെ സംഭവമാണ് മേഡം എന്ന് അയാൾ പറഞ്ഞു. പിടിക്കപ്പെടുന്നത് വരെ ആദ്യത്തെ വിശദമായി ഒന്നുകൂടി ചോദ്യം ചെയ്താൽ പാമ്പ് കടിയേറ്റ് മരിച്ച പല കേസുകളും പൊങ്ങി വരും അല്ലടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തിനാണോ ഇങ്ങനെ പാമ്പുകളെ കൊണ്ട് മനുഷ്യനെ കൊല്ലിക്കുന്നു ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മേഡം ഇതെൻ്റെ ആദ്യത്തെ എടുത്തിട്ട് പോടോ എന്നും പറഞ്ഞുകൊണ്ട് അയാളെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു നന്ദു.
അതിനുശേഷം പിന്നെ പോലീസുകാരിന് നമ്മൾ എന്ത് ചെയ്യണം മേഡം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഈ ചെയ്ത കാര്യങ്ങൾ അഭി ചെയ്ത കാര്യങ്ങളും ഒരു മനുഷ്യനെ കൊല്ലാൻ ശ്രമിച്ച കാര്യങ്ങളെല്ലാം പറയുക. അതിനുശേഷം പിന്നെ നമ്മുടെ അനഘയെ കൊല്ലാൻ ശ്രമിച്ചത്, ഇപ്പം നയനയെ കൊല്ലാൻ ശ്രമിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നന്ദു ഇങ്ങനെ പോലീസുകാരോട് പറയും കേട്ടോ. പൂജ നടക്കുന്ന സമയത്ത് ചേച്ചിയുടെ കയ്യിൽ കൊത്താൻ വേണ്ടി തന്നെയാണ് കൂടയിൽ കൊണ്ടുവന്ന് പാമ്പിനെ വെച്ചത്. പക്ഷേ എൻ്റെ ചേച്ചിയുടെ ഭാഗ്യം കൊണ്ട് പാമ്പ് അതിനു മുന്നേ പുറത്ത് കടന്നെന്ന് വേണം കരുതാനെന്നും നന്ദു പറയുമ്പം ആളൊരു ഭയങ്കര ഡേഞ്ചർ ആണല്ലോ മേഡം എന്ന് ഈ പോലീസുകാരൻ ചോദിച്ചു. അതെ, പാമ്പിനേക്കാളും ഡേഞ്ചർ അവൻ. പിന്നെ അവൻ മനുഷ്യനായതുകൊണ്ട് തല്ലിക്കൊല്ലാനൊന്നും പറ്റത്തില്ലല്ലോ. അല്ലെങ്കിലും അവനെപ്പോലെ ഉള്ളവനെയൊക്കെ പെട്ടെന്ന് ചാവാനേ പാടില്ല. വേദന അറിഞ്ഞ് അവനൊക്കെ ജീവിക്കണമെന്നും നന്ദു ഇങ്ങനെ ഇവരോട് പറയുക. എന്നിട്ട് അതും പറഞ്ഞ് അബിയെ പൊക്കാനുള്ള എല്ലാ മാർഗങ്ങളും അല്ലെങ്കിൽ എല്ലാ വഴികളും അടച്ച് ആ മാർഗത്തിലേക്ക് നമ്മുടെ നന്ദു ഇറങ്ങുവാണ്. ഇത് കഴിഞ്ഞ് പിന്നെ നയനയെ കാണിക്കുന്നത്. നയന ഇങ്ങനെ ദേവയാനിയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ദേവയാനി ഇങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കുക, വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചു. അപ്പോഴത്തേക്കും ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടു. ദേ എന്നും പറഞ്ഞ് ഇവർ ഓടി ഇറങ്ങി ചെല്ലും ആരാന്നറിയാൻ. അപ്പോഴത്തേക്കും അബിയും അതുപോലെ തന്നെ ജലജയും കൂടെ വരുന്നത്. അപ്പോൾ ജലജ പിടിച്ച് താങ്ങിയെടുത്ത് മകൻ കൊണ്ടുവരുമ്പോഴത്തേക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ, നീ എന്നെ പിടിക്കണ്ട, ഞാൻ നടന്നോളാന്ന് പറഞ്ഞു. ഞാൻ പിടിച്ചോളാം അമ്മേ എന്ന് പറഞ്ഞ് അമ്മയെ താങ്ങി പിടിച്ച് മോനകത്തേക്ക് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഇവർ ദേ അവിടെ നിൽക്കുന്നു. നീ എന്താ ഇത്ര പെട്ടെന്ന് വന്നതെന്ന് ചോദിച്ചു ദേവയാനി. എനിക്ക് പറയത്തക്ക പ്രശ്നമൊന്നുമില്ല, ശക്തി കുറഞ്ഞ കടിയായിരുന്നു എന്ന് ജലജ പറയുക. അതുകൊണ്ട് വിഷം വലുതായിട്ട് ഉള്ളിലൊന്നും ചെന്നിട്ടില്ല എന്നും ജലജ ഇവരോട് പറയും കേട്ടോ. അപ്പം നയനയും ദേവയാനി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണേ. പിന്നെ ഡോക്ടർ പൊക്കോളാൻ പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല, ഇനി കടിയേറ്റ ഭാഗത്ത് നീരോ മറ്റോ വരികയാണെങ്കിൽ ചെന്നാൽ മതിയെന്നും പറഞ്ഞെന്നും ജലജ പറയുക. പിന്നെ ഇതുപോലൊരു വീട്ടിൽ എങ്ങനെ പാമ്പ് വന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അമ്മേ എന്ന് അബി ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാവുന്നത് പോലെ മറ്റാർക്കും അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് നയന പറയാം. അപ്പോഴത്തേക്കും ജലജി അബി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക പേടിച്ച് വിറച്ച്. അല്ല അതെന്താ ഏട്ടത്തി അങ്ങനെ പറഞ്ഞതെന്ന് അബിയുടെ ഒരു ചോദ്യവും കൂടി അതിൻ്റെ ഇടയ്ക്ക്. ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് 1-2 തവണ ഇവള് നിലവിളിച്ചുകൊണ്ട് മുകളിലോട്ട് ചാടിയായിരുന്നല്ലോ, എന്തിനാ അത് എന്ന് ദേവയാനി ജലജയോടും അബിയോടും ചോദിച്ചു. അപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾക്കറിയായിരുന്നു ഇതിനകത്ത് പാമ്പ് കയറിയിട്ടുണ്ട് എന്നുള്ളത് അല്ലേ, ശരിയല്ലേ എന്ന് ചോദിക്കാം. ഓഹ് എന്തൊക്കെ ഏട്ടത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, പാമ്പ് കടി ഏറ്റു വന്ന ഒരാളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ എന്ന് ജലജ ചോദിക്കുമ്പോൾ പാമ്പിനെ കൊണ്ടുവച്ചവർക്കിട്ട് തന്നെയല്ലേ കടിയേറ്റത്, വേറെ ആർക്കും അല്ലല്ലോ ആണോ എന്ന് ചോദിച്ചു. ഞങ്ങളെ അങ്ങനെ തന്നെയാണ് കരുതുന്നത്, അതാണ് സത്യവും. അങ്ങനെ അനന്തപുരിക്കാർ സത്യം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ അന്നേരത്തേക്ക് അഭി ചോദിക്കും, ഈ വീട്ടിൽ എന്ത് നടന്നാലും അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ നമ്മൾ ഏറ്റെടുക്കേണ്ട അവസ്ഥയായല്ലോ അമ്മേ. എന്ത് ചെയ്യാനാടാ മോനെ, പാല് കൊടുത്താലും കൊത്തുന്ന മൂർഖനെയൊക്കെ സ്വന്തം വീട്ടിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ഇടുവോ എന്ന് ജലജ ചോദിക്കുക. എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനിയൊക്കെ തലയാട്ടി. 10 വിടർത്ത് നിൽക്കുന്ന പാമ്പുകളെ കാണുന്നതേ എനിക്ക് പേടിയാണെന്ന് പറയുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ്, പിന്നെ എങ്ങനെയാ അമ്മായി ഞങ്ങൾ ഈ വീട്ടിൽ മൂർഖനുമായിട്ട് വരുന്നതെന്ന് ചോദിച്ചു അബി. അന്നേരം നിങ്ങൾ വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, പാമ്പ് പിടുത്തക്കാരോട് പറഞ്ഞാൽ മതിയല്ലോ, അവർ കൊണ്ടുവന്ന് ഇട്ടോളുമല്ലോ എന്നും നയന പറയുവാണേ. അപ്പോഴത്തേക്കും ഇങ്ങനെ അബി അല്ലാണ്ടായി നിൽക്കുക. അതിന് പാമ്പ് പിടുത്തക്കാരെപ്പോഴാണ് ഇതിനകത്ത് വന്നതെന്ന് ജലജ നയനയോട് ചോദിച്ചു. അതൊന്നും ഞങ്ങൾക്കറിയത്തില്ല, പക്ഷേ ഏതായാലും ഈ വീടിനകത്ത് പാമ്പ് കയറിയത് ഏത് വഴിയാണെന്ന് നിങ്ങൾക്ക് 2 പേർക്കും അറിയാമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴും അമ്മയും മോനും കള്ള ലക്ഷണമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. നയനയും ഇവരെ ശരിക്കും തുറച്ച് നോക്കിയിട്ട് അവിടെ നിന്ന് പോയി. എടാ അവർക്കും എല്ലാം മനസ്സിലായല്ലോടാന്ന് ജലജ പറഞ്ഞു. അമ്മ ഒറ്റ ഒരുത്തി ഇതിനെല്ലാം കാരണം, ഇവിടെ കിടന്ന് ചുമ്മാ കിടന്ന് ബഹളം വയ്ക്കായിരുന്നില്ലേ, അതാ ഇപ്പം ആകെ കുഴപ്പമായതെന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാൻഡിൽ അങ്ങ് ഉറച്ച് നിന്നാൽ മതിയെന്ന് ജലജ. ഓഫ്, ഫംഗ്ഷൻ നടക്കുന്ന സമയത്തെ ഇവിടെ വേറെ ഒരുത്തി ഉണ്ടായിരുന്നു നന്ദു എന്ന് പറയുന്നവൾ, അതമ്മ മറന്നു പോകരുത്. അവളെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, അതമ്മയ്ക്കറിയാവോന്ന് ചോദിച്ചു. പിന്നെ അവളിനി ഈ നാട്ടിലുള്ള സകല പാമ്പ് പിടുത്തക്കാരെയും ഒരുമിച്ച് പൊക്കുമെന്ന് പോലും എനിക്ക് അറിയാൻ മേലാന്നൊക്കെ പറഞ്ഞപ്പം എല്ലാം നിന്റെ പൊട്ടത്തരവേടാ, അല്ലാണ്ട് ഇപ്പം ഇതിന് എന്നെ പറയാനാണെന്ന് ജലജ മോനോട് ചോദിക്കുവാണ്. നാശം അതും പറഞ്ഞ് ജലജ അവിടെ നിന്ന് അങ്ങ് പോയി. അബി പിന്നെ ആലോചിച്ച് സഹിക്കാൻ മേലാതെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ദേവയാനി കേട്ടോ. ദേവയാനി ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ആ സമയത്ത് അങ്ങോട്ടേക്ക് നയന വന്നു. ഇത്രയും അടച്ചുറപ്പുള്ള ഇത്രയും വലിയ വീട്ടിൽ എങ്ങനെയാ അമ്മേ പാമ്പ് കയറുന്നതെന്നും ചോദിച്ചു. ഞാനിവിടെ വന്നതിന് ശേഷം ഇതാദ്യത്തെ സംഭവം മോളെ എന്ന് ദേവയാനി പറയുക നയനയോടെ. എന്നിട്ടിങ്ങനെ നയന അതിലൊക്കെ നോക്കുക. അതെ, നന്ദുവിന് നല്ല സംശയമുണ്ട് അഭിയെ, എനിക്കും അങ്ങനെ തന്നെ അമ്മയെന്ന് നയന എന്നിട്ട് അമ്മയോട് രഹസ്യമായിട്ട് പറഞ്ഞു. ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അതുപോലെയായിരുന്നു അമ്മയും മോനും നിന്ന് പരിങ്ങലും അതുപോലെ ടെൻഷനൊക്കെ കാണിച്ചത്. അമ്മ ശ്രദ്ധിച്ചായിരുന്നോ? അവരുടെ കണ്ണുകൾ ഏത് നേരവും എന്തൊക്കെയോ പരതുന്നുണ്ടായിരുന്നു എന്നും നയന ദേവയാനിയോട് പറഞ്ഞു. അപ്പോൾ ദേവയാനിയും ശരിയാണെന്ന് ആലോചിക്കുക. അതുമാത്രമല്ലല്ലോ മോളെ, ഇടയ്ക്ക് എന്തോ ഭയന്നിട്ട് ജലജ ബഹളം വെക്കുകയും ചെയ്തത് ഓർക്കുന്നില്ലേ നീ എന്ന് ചോദിച്ചു. പാമ്പ് അകത്തുണ്ടെന്നറിഞ്ഞാൽ നമ്മുടെ കാലിൽ ആരെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ മതി, നമ്മൾ അറിയാതെ നിലവിളിയോടെ എഴുന്നേക്കില്ലേ അമ്മേ. പിന്നെ അതാണോ അപ്പോൾ സംഭവിച്ചതെന്നൊന്നും അറിയത്തില്ലല്ലോ അമ്മയെന്നും നയന പറയുമ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം അതിനുള്ള തിരിച്ചടി അവർക്ക് തന്നെ കിട്ടിയില്ലേ മോളെന്നും ദേവയാനി നയനയോട് ചോദിക്കും കേട്ടോ. പിന്നെ
ഈ നാഗവും നാളികേരവും ഒക്കെ സത്യമുള്ള കൂട്ടത്തിലാണെന്നാണ് പറയാറ്. തേങ്ങ അങ്ങനെ ആരുടെയും ദേഹത്ത് ചുമ്മാ ചാടി വീഴാറൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെയാണ് നാഗങ്ങളുടെ കാര്യം. നമ്മൾ എത്ര വലിയ കാട്ടിലൂടെ പോയാലും നമ്മളെ അങ്ങനെയൊന്നും പാമ്പ് കടിക്കാറില്ല. പിന്നെ നമുക്കൊരുപാട് മോശം സമയം വരുമ്പോഴും നമ്മുടെ മനസ്സിൽ നന്മയില്ലാതെ വരുമ്പോഴും ഒക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ പറയുക ദേവയാനി. അങ്ങനെ മനഃപൂർവ്വം അഭിയും അവൻ്റെ അമ്മയും കൂടി പാമ്പിനെ വീട്ടിനകത്ത് കൊണ്ടുവന്നിട്ടിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം കാണുമല്ലോ അമ്മയെന്ന് പറഞ്ഞു. അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ അവരുടെ ഉദ്ദേശം നമ്മുടെ ആരുടെയെങ്കിലും മരണം തന്നെ ആയിരിക്കുമെന്ന് ദേവയാനി നയനയോട് പറയുക. അങ്ങനെ ഒരു ഉദ്ദേശത്തോടെയാണ് അവരത് ചെയ്തതെങ്കിൽ പാമ്പ് കൊത്തേണ്ട ആളിൻ്റെ മുറിയിലല്ലേ അതിനെ കൊണ്ടുവന്ന് വെക്കേണ്ടതുള്ളൂ എന്ന് ചോദിച്ചു. അങ്ങനെ വെച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ മോളെ എന്ന് ദേവയാനി ചോദിക്കുക. അവിടുന്ന് ചിലപ്പോൾ എഴിഞ്ഞു പോയതായിക്കൂടെ എന്നും ചോദിച്ചു. അല്ല, ഒരു പാമ്പിനെ വീട്ടിൽ കൊണ്ടുവന്നിടാനും മാത്രം ധൈര്യമൊക്കെ അബിക്കും അവൻ്റെ അമ്മയ്ക്കും ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് നയന പറയും. അന്നേരം രണ്ടാളും തെറ്റുകൾ ഒരുപാടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പൊതുവെ ഭീരുക്കളാണ്. CCTV ഒന്ന് പരിശോധിച്ചാലേ ഇവിടെ ആരെങ്കിലും വരുവോ പോവുകയോ ചെയ്തോ എന്നൊക്കെ അറിയാലോ മോളെ എന്ന് പറഞ്ഞു. അത് നന്ദുവും പറഞ്ഞായിരുന്നു എന്ന് നയന പറയുക. അന്നേരം ഇവരങ്ങനെ പ്ലാൻ ചെയ്യുവാണ്. ഞാൻ എന്തായാലും അത് നോക്കട്ടെ എന്ന് പറഞ്ഞ് നയന അതിനായിട്ട് അങ്ങ് പോയി. ദേവയാനി ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.